എത്തിയോ എവിടെ? വണ്ടികളുടെ ബഹളമാണ്. തിങ്കളാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു. ഒരു ലാറിക്കാരൻ ഇവിടെ സ്ഥിരം നമ്മൾ രാവിലെ വരുമ്പോൾ KL7 CQ1494 KL7 CQ1494 KL7 CQ1494 എപ്പോഴും നമ്മളവിടെ കാർ കൊണ്ടുവന്നിട്ട് അവൻ ഈ കൃത്യമായിട്ട് വന്ന് സാധനം ഇറക്കാനാന്നുള്ള രീതിയിൽ എന്നും വരും. എൻ്റെ ഡി കമ്പനിയുടെ കൊട്ടേഷനായിരിക്കും എനിക്ക് ദൈവം തന്നെ. JM എക്സ്പ്രസ് എന്ന് എത്തും. സൺഷെയ്ഡ് ഇടേണ്ടി വരുന്നു ചില സമയത്ത്. രാവിലെ ഇറങ്ങുമ്പോൾ ആ പ്രശ്നമാണ്. നമ്മൾ കാറിലെ സൺഷെയ്ഡ് വലിച്ചിടേണ്ടി വരും. അപ്പോൾ എന്തോരം വണ്ടിയായിരുന്നു മൺഡേ. പൊതുവെ വണ്ടി കൂടുതലാണ്. എന്നെ കാരണം എന്നറിയില്ല. ബോർഡാണ് മറിഞ്ഞ് കിടക്കണത്. അവിടെ ബോർഡ് മറിഞ്ഞ് കിടക്കുന്നത് ഇതൊക്കെ എന്താ ഡേഞ്ചറാന്ന് പറയുന്നത്. റോഡ് സൈഡിൽ ഇങ്ങനെ വലിയ ബോർഡുകളൊക്കെ തൂക്കിയിട്ട് അത് കാറ്റത്ത് മറിഞ്ഞ് വരും. റോഡിലേക്ക് കിടക്കുക. വല്ല ബൈക്കുകാരനെ അതിൻ്റെ പുറത്തേക്ക്. കാറുകാർ കയറിയാലും പിന്നെ ഒന്നും പറ്റൂല അവർക്ക്. ബൈക്കുകാരെങ്ങനെ അതിൻ്റെ പുറത്തേക്ക് കയറിപ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ രാത്രി തന്നെ അവൻ ആ ബോർഡ് മറിഞ്ഞ് കിടക്കണ കാണുകയില്ല. അത് പ്രോപ്പറായിട്ടൊന്നുമല്ല. ഈ ബോർഡ് സ്ഥാപിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ സ്ഥാപിക്കുന്നതിന് പ്രോപ്പറായിട്ടല്ല. ഒരു കാറ്റ് പറഞ്ഞു കഴിയുമ്പോഴത്തെ റോഡിലേക്ക് കിടക്കുകയല്ല ബോർഡുകൾ. റോഡിൻ്റെ സൈഡിൽ കുറേ ബോർഡുകൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലൊരു കാറ്റ് വന്നാൽ അത് ഒക്കെ പകുതി റോഡിലായിരിക്കും കിടക്കുന്നത്. അതൊക്കെ ശരിക്കും ഭയങ്കര. ലോകത്തൊരു രാജ്യത്തുമില്ല ഇങ്ങനെയുള്ള പരിപാടികൾ. ബിൽഡിങ്സിലൊക്കെ പല സ്ഥലങ്ങളിലും ചില ബോർഡുകളും പരസ്യങ്ങളൊക്കെ ഇപ്പം അമേരിക്കയിലടക്കം ന്യൂയോർക്കിലടക്കം ഉണ്ട്. പക്ഷെ റോഡിൻ്റെ സൈഡിൽ വെക്കാറില്ലെന്ന് തോന്നുന്നു. അതെനിക്ക് തോന്നുന്നു ട്രാഫിക്കിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് മിക്ക രാജ്യങ്ങളിൽ അലോ ചെയ്യാറില്ലെന്ന് തോന്നുന്നു. റോഡിനോട് ചേർന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വയ്ക്കാന്ന് പറഞ്ഞാൽ റോഡിന് വളരെ ചേർന്നാണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ റോഡ് കഴിഞ്ഞിട്ട് കുറേ സ്പേസ് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ബൗണ്ടറി വരുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് അവർ ഒബ്സ്ട്രക്റ്റ് ചെയ്യില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും റോഡ് കഴിഞ്ഞ ഉടനെ തന്നെ ബോർഡ് വയ്ക്കണേ. അപ്പോൾ അത് മറ്റേ ഡ്രൈവേഴ്സിൻ്റെ ഇതിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്ന പറയുന്നത്. പെട്രോൾ വണ്ടിക്ക് വേറെ കുഴപ്പമില്ല. നമ്മൾ ചവിട്ടി വിട്ട് കഴിഞ്ഞാൽ ചുമ്മാ കയറി പോയി വണ്ടി ഈ പെട്രോൾ വണ്ടിയിൽ. പക്ഷെ അതുപോലെ പെട്രോളും വലിക്കും. ഒരു മയത്തിലൊക്കെ ചവിട്ടാൻ പറ്റുള്ളൂ പെട്രോൾ വണ്ടി. ചവിട്ടി വിട്ടാൽ വണ്ടി കയറി പോയിക്കോളും. പക്ഷെ മൈലേജ് ഉണ്ടാവില്ല വണ്ടിക്ക്. അത് പെട്രോൾ വണ്ടികൾ ഏതാണെങ്കിലും ആ ഒരു ഇതുണ്ട്. നമ്മളങ്ങ്
ആക്സിലേഷൻ ചവിട്ടി കിട്ടാൻ വണ്ടി ഇങ്ങനെ പൊക്കറ്റ് പോലെ കയറി പൊക്കോളും. മൈലേജ് മാത്രം കിട്ടില്ല എന്നുള്ളൂ.